കോട്ടയം നാട്ടകം തുറമുഖ വികസനത്തിനായി വിദേശ മലയാളികൾ നിക്ഷേപത്തിന് വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ ജലഗതാഗത പാത വികസിപ്പിക്കുന്നതിനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ വിഴിഞ്ഞത്തെത്തുന്ന ചരക്ക് ഗതാഗതം കോട്ടയത്തേക്ക് എത്തുന്നതിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടപ്പാക്കിയ പോർട്ടാണ് കോട്ടയം പോർട്ട്. മുൻപിത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. ഇപ്പോൾ തുറമുഖ വകുപ്പിൻ്റെ കീഴിലേക്ക് പോർട്ട് മാറ്റുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇതോടെ വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് ഗതാഗതം കോട്ടയത്തേക്ക് എത്തുന്നതിന് വഴിയൊരുക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രൂപം കൊടുത്ത പോർട്ടാണ് കോട്ടയം പോർട്ട്. അതിപ്പോൾ ബ്രേക്ക്വെൻ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ ബാർജ് വന്ന് കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ അത് വരുന്നതോടുകൂടി വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരുന്ന ചരക്ക് ഗതാഗതം കോട്ടയത്ത് എത്തിച്ചേർന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ളതെല്ലാം ഇവിടെ നമുക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഇവിടുന്ന് വരുന്ന ചരക്കുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഭാവിയിൽ ഫലപ്രദമാക്കി നടപ്പാക്കുന്ന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ പരിഗണിച്ച് നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടകം പോർട്ടിൽ 50 കോടി നിക്ഷേപിക്കാനാണ് വിദേശ മലയാളികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25 കണ്ടെയ്നറുകൾ കയറ്റാൻ കഴിയുന്ന ബാർജ് തയ്യാറാക്കുന്നതിന് 8 കോടി രൂപ ലഭ്യമാക്കും. ബെർത്തുകൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 10 കോടി രൂപയും പ്രത്യേക യാർഡ് സ്ഥാപിക്കാൻ 2 കോടിയും വിനിയോഗിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം വഴി കോട്ടയവും മാറും. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.